തെന്നിന്ത്യയുടെ പ്രിയ നടിയാണ് സമാന്ത. കഴിഞ്ഞ വർഷം മാത്രം താൻ 15ഓളം ബ്രാൻഡുകളുടെ ഓഫറുകൾ നിരസിച്ചുവെന്ന് പറയുകയാണ് നടി സമാന്ത റൂത്ത് പ്രഭു. ഇൻഡസ്ട്രിയിലേക്ക് കടന്നുവരുന്ന സമയത്ത് എത്ര ബ്രാൻഡുകൾ നിങ്ങളെ എൻഡോഴ്സ് ചെയ്യുന്നു എന്നതായിരുന്നു വിജയത്തിന്റെ സിംബലായി പരിഗണിച്ചിരുന്നതെന്നും നടി പറയുന്നു. എന്നാൽ ഇന്ന് താൻ അത്തരം പരസ്യങ്ങൾ ചെയ്യുന്നില്ല. എന്തെങ്കിലും തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് തന്നിലേക്ക് വരികയാണെങ്കിൽ മിനിമം 3 ഡോക്ടേഴ്സിനോടെങ്കിലും അതിനെക്കുറിച്ച് അഭിപ്രായം തേടുമെന്നും പരിശോധിക്കുമെന്നും ഒരു അഭിമുഖത്തിൽ സമാന്ത പറയുന്നു. താൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നപ്പോൾ എത്ര പ്രൊജക്ടുകൾ നിങ്ങളിലേക്ക് വന്നു, എത്ര ബ്രാൻഡുകൾ എൻഡോഴ്സ് ചെയ്യുന്നു, എത്ര ബ്രാൻഡുകൾക്ക് അവരുടെ പ്രൊഡക്റ്റിന്റെ മുഖമായി നിങ്ങളെ വേണം എന്നതായിരുന്നു വിജയത്തിന്റെ സിംബലായി പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ബ്രാൻഡുകൾ അവരുടെ മുഖമായി തന്നെ പരിഗണിക്കുന്ന സമയത്ത് തനിക്ക് അവരോട് ചോദിക്കാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന്റെ പ്രശസ്തിയായാണ് കണ്ടിരുന്നതെന്നും സമാന്ത പറയുന്നു. ഇതാണ് വിജയം എന്നാണ് എന്റെ ചുറ്റുമുള്ളവർ പറഞ്ഞത്. ഇതാണ് ഞാൻ വിജയിച്ചു എന്നതിന്റെ തെളിവെന്നാണ് എല്ലാവരും തന്നോട് പറഞ്ഞതെന്നും സമാന്ത പറയുന്നു. മാത്രമല്ല, ഏറെക്കാലം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ താൻ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ 20കളിൽ ഞാൻ എന്തുതന്നെ കഴിച്ചാലും അതെന്നെ ബാധിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ ഇന്നെനിക്ക് കൂടുതൽ തെറ്റുകളിലേക്ക് പോകാൻ സാധിക്കില്ല. എന്റെ ശരീരത്തോട് ഞാൻ എന്താണ് ചെയ്തത് എന്നതിൽ പഴയ ഞാൻ ഇന്നത്തെ എന്നോട് മാപ്പ് ചോദിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എന്നെ പിന്തുടരുന്ന പുതിയ ജനറേഷനിലെ ആളുകളോട് ഇത് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ 20കളിൽ നിങ്ങൾക്ക് വളരെയധികം എനർജി ഉണ്ടാകാം. എല്ലാത്തരം ഭക്ഷണവും നിങ്ങൾ കഴിക്കും. ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യും. അതെല്ലാം കുഴപ്പമില്ലെന്ന് നിങ്ങൾ സ്വയം കരുതുകയും ചെയ്യും. പക്ഷേ അതങ്ങനെയല്ലെന്ന് എന്റെ ഏറ്റവും കഠിനമായ അനുഭവങ്ങളിലൂടെയാണ് ഞാൻ പഠിച്ചതെന്നും സമാന്ത പറയുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കാണുന്ന ആ എൻഡോഴ്സ്മെന്റുകളെല്ലാം കുറേ നാളുകൾ മുൻപുള്ളതാണ്. കഴിഞ്ഞ വർഷം മാത്രം ഞാൻ വേണ്ടെന്ന് വെച്ചത് 15ഓളം ബ്രാൻഡുകളാണ്. ഒപ്പം അവർ ഓഫർ ചെയ്ത കോടിക്കണക്കിന് രൂപയും. ഇപ്പോൾ താൻ അത്തരം പരസ്യങ്ങൾ ചെയ്യുന്നില്ല. മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള എൻഡോഴ്സ്മെന്റ് തന്നിലേക്ക് വരികയാണെങ്കിൽ മിനിമം 3 ഡോക്ടേഴ്സിനോടെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കും. 15ലധികം ബ്രാൻഡുകളെ താൻ ഉപേക്ഷിക്കുകയും വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്നും സമാന്ത പറയുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.